നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ അറിയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് റിവിഷൻ മോഡൽ എടുക്കാം. അല്ലെങ്കിൽ എനിക്കറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം അവസാനത്തെ വർഷം ഏതാണ് ചോദ്യം. അവസാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1797 ഒന്നാം. അപ്പോൾ അനുബന്ധ കാര്യങ്ങൾ നോക്കാം. 1797 ഒന്നാം പഴശ്ശി കലാപം നടന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളാണ് പഴശ്ശി കലാപം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുമില്ല, ബ്രിട്ടീഷുകാർക്ക് നേരെ നടന്ന തെറ്റായ നികുതിക്കെതിരെ നടന്ന നമ്മളെ യുദ്ധമാണ് ഒന്നാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. 1793 തൊട്ട് 97 വരെ 4 വർഷമാണ് ഈ യുദ്ധം നടന്നിട്ടുള്ളത്. പ്രധാന കാരണം എന്ന് പറയുന്നത് കോട്ടയം രാജ്യം നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശി രാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് നൽകിയതാണ്. അപ്പം ആ പഴശ്ശി രാജയുടെ നികുതി പിരിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി അത് അമ്മാവന് കൊടുത്തു. അതാണ് പ്രധാനപ്പെട്ട കലാപത്തിനുള്ള കാരണം. ഇനി കലാപം 4 വർഷം ശേഷം ചെറുക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് തുടർന്ന് 1797 ഒരു ഒത്തുതീർപ്പിലെത്തി. അപ്പോൾ നമ്മുടെ ഒന്നാം പഴശ്ശി രാജ സിനിമ കണ്ടപ്പോൾ മനസ്സിലാവും. അതിൽ ഇടയ്ക്ക് സന്ധിയൊക്കെ കൂടി അവർ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം നടന്നായിരുന്നു. അതിനുശേഷം വീണ്ടും യുദ്ധം നടന്നു. 3 വർഷം ശേഷം വീണ്ടും യുദ്ധം തുടങ്ങി. അതാണ് രണ്ടാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. 800 തൊട്ട് 805. ആദ്യം നടന്നത് 4 വർഷം 93 തൊട്ട് 97 വരെയും. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 800 മുതൽ 805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടന്നത്. ഇതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പം വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ കാരണം. പരീക്ഷയ്ക്ക് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കലാപം നടന്നത് എന്തിന്, രണ്ടാമത്തെ കലാപം നടന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ കാണുന്നത് വയനാട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഗറില്ല മുറയാണ് നടത്തിയത്. ഗറില്ല യുദ്ധമുറ, ഒളിപ്പോര് നമ്മൾ പഴശ്ശിരാജ സിനിമ ഉണ്ടായാലും മൊത്തം മലയാളിയിൽ നിന്ന് ഒളിപ്പോര് നടത്തിയാണ് ആ യുദ്ധം ബ്രിട്ടീഷുകാർ നേരിട്ടത്. പ്രധാന കേന്ദ്രം എന്തെന്ന് പറഞ്ഞാൽ പുരളിമല. നമുക്കറിയാം, ഒളിപ്പോരൊക്കെ നടത്തണമെങ്കിൽ ഏതെങ്കിലും മലയിലെ മരത്തിന് മണ്ടയിലെ കാര്യം തന്നെ നടത്തണം. അപ്പോൾ പുരളിമലയാണ് ഒളിപ്പോര് നടത്താൻ ഉപയോഗിച്ച പ്രധാന സ്ഥലം. കണ്ണൂരാണ്. അപ്പം നമ്മൾ ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം 1797, 93-97. രണ്ടാമത് 1800-805. ഓക്കെ. പ്രധാന സഹായം തലക്കൽ ചന്തു കുറിച്ചിമലയുടെ നേതാവായിരുന്നു. ഇടച്ചന പുങ്കൻ, കൈത്തരി അമ്പു, കണ്ണമത്ത് ശങ്കര നമ്പ്യാർ ഇവരായിരുന്നു പ്രധാനപ്പെട്ട അദ്ദേഹത്തെ സഹായികളെന്ന് പറയുന്നത്. പിന്നെ അടിച്ചുമറിഞ്ഞത് ആർത്തർ വെല്ലസ്ലി, പിന്നീട് വെല്ലിംഗ്ടൺ പ്രഭുവാണ് നടത്തിയത്. അപ്പോൾ ആർത്തർ വെല്ലസ്ലിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, നമ്മളെ ഒന്നാം കലാപത്തിനെ രണ്ടാമത്. പിന്നീട് വെല്ലിംഗ്ടൺ പ്രഭു ഉണ്ടാകും, ആർത്തർ വെല്ലസ്ലിയാണ്. അവർ രണ്ടാണ് വെല്ലിംഗ്ടൺ. നമ്മളെ അമ്പും വില്ലൊക്കെ കൊണ്ടല്ലേ അവർ നേരിട്ടത്. അപ്പോൾ ആരാണ്, വെല്ലിംഗ്ടണെയാണ് അമ്പും വില്ലൊക്കെ കൊണ്ട് നേരിട്ടതും കണക്ട് ചെയ്ത് വെച്ചുക. ആർത്തർ വെല്ലസ്ലി. രണ്ടിലും എന്തുണ്ട്, വെല്ലുണ്ട്. അത് വെച്ച് വില്ലുണ്ട്. അപ്പോൾ അമ്പും വില്ലും വെച്ചല്ലേ അവർ പ്രധാനം നേരിടല്ല. AK-47 എന്ന് പറയുന്ന കയ്യിൽ ഇല്ലേന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വില്ല് വെച്ച് വെല്ലിംഗ്ടനെയും വെച്ച് കോർക്കാം. രണ്ടിലും വെല്ലുണ്ട്, വെല്ലസ്ലി വെല്ലിംഗ്ടൺ. ടൺ കണക്കിന് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. പഴശ്ശിരാജയുടെ അന്ത്യം 1805 നവംബർ 30. അപ്പോൾ രണ്ടാമത്തെ പഴശ്ശി യുദ്ധം നടന്ന് തന്നെ എന്ത് ചെയ്ത് നമ്മളെ രാജാവിനെ തട്ടിക്കളഞ്ഞു. വയനാട്ടിലെ മാവിലാം തോട്ടിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ വീരമൃത്യു വെച്ചത്. മാവിലാം തോട്ടിൽ വെച്ചാണ് മരിച്ചതെന്ന കൊല്ലം ഓർത്ത് വെച്ചിരിക്കുക. അനുബന്ധ വിവരങ്ങൾ പഴശ്ശിരാജ കേരളസിംഹം എന്നറിയപ്പെടുന്നു. അതാണ് വിളിച്ചത് സർദാർ KM പണിക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. തലക്കൽ ചന്തു സ്മാരകം പനമരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തലക്കൽ ചന്തു എന്ന ഈ മരത്തിനിടയിലൊക്കെയാണ് കൂടുതൽ പഴശ്ശി യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് അല്ലേ, കാട് മര. അപ്പോൾ അതും ഓർത്ത് ഇനി ഓപ്ഷൻ കാർഡ് നിങ്ങൾക്ക് ഒരു അറിഞ്ഞുകൂടെങ്കിൽ ഇങ്ങനെ വരാം, ഓർത്ത് വെച്ചിരിക്കാം. മരവും പനയൊക്കെ വല്ലതാണ് ഉള്ള ഓപ്ഷൻ കണ്ടാൽ അതിൽ കുത്താൻ ശ്രമിക്കുക. അത് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. മാക്സിമം ഓർത്തെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. പനമരത്ത് അതാണ് ചന്തുവിൻ്റെ സ്മാരകം ഉള്ളത്. പനര മണ്ടയിൽ നിന്നൊക്കെ ഒളിപ്പോര് നടത്തുന്നത്. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരിക്കുക പനമരത്ത്. അപ്പം നമ്മളെ പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത് എവിടെയാണ്, മാവിലാം തോട്ടിൽ വെച്ചാണ് കേട്ടോ, മാവിലാം തോട്ടിൽ. ഇനി അടുത്ത് നോക്കാം. 1920 മഞ്ചിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത വിഷയമാണ് കേട്ടോ, ഉൾപ്പെടുത്താത്ത വിഷയമാണ്. 1920 മഞ്ചേരിയിൽ
നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടുത്താത്ത വിഷയമായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കാം, ഭരണപരിഷ്കരണം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത്, അപ്പം ജനസംഖ്യ അനുപാത സംവരണം. എന്തായാലും സംവരണത്തെക്കുറിച്ചൊന്നും നടത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കുത്താം ജനസംഖ്യ സംവരണം. പിന്നെ അതിനെക്കുറിച്ച് 2020 നടന്ന ഏപ്രിൽ മാസം മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളന പ്രധാന ചർച്ച വിഷയം ഭരണപരിഷ്കരണം, കുടിയായ്മ പ്രശ്നം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവയായിരുന്നു. പിന്നെ ജനസംഖ്യ അനുപാത സംവരണം എന്നിവ ആവശ്യത്തിൽ ഇല്ലായിരുന്നു. അധ്യക്ഷൻ ദി ഹിന്ദു പത്രത്തിൻ്റെ പത്രം വരുന്ന എസ് കസ്തൂരി രംഗ അയ്യങ്കാറായിരുന്നു എന്തിരുന്ന് അധ്യക്ഷത വഹിച്ചത്. മഞ്ചേശ്വരം, മഞ്ചിനായിട്ട് കണക്ട് ചെയ്യാം. മഞ്ചേശ്വരം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ മഞ്ചേരിയുടെ മലബാറാണെന്ന് ഓർക്കുക സമ്മേളനം നടന്നത്. അതോടൊപ്പം അധ്യക്ഷൻ ദി ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപനായിരുന്ന എസ് കസ്തൂരി രംഗ അയ്യങ്കാറായിരുന്നു ഇതിന് അധ്യക്ഷത വഹിച്ചത്. പ്രധാന സംഭവ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണത്തെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ചൊല്ലി മിതവാദികളും തീവ്രവാദികളും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ സമ്മേളനം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ആനി ബെസന്റും അവരുടെ അനുയായികളും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തിനാണ് ഈ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ സമ്മേളനം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ആനി ബെസന്റും അവരനുയായികൾ ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെയാണ് പ്രധാന ഇറങ്ങിപ്പോയി. ഈ സമയം കാരണം മഞ്ചേരി സമ്മേളനത്തിൽ കേരളത്തിലെ സൂററ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. 1907 സൂററ്റ് പിളർപ്പ്. അതല്ല, കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന ഭരണപരിഷ്കരണം ഓർക്കുക. മഞ്ചേരി മലബാർ ജില്ലാ കോൺഗ്രസ് ആണെന്ന് ഓർക്കുക. 2020 കേട്ടോ മഞ്ചേരി നടന്നത്. 1907 സൂററ്റ് പിളർപ്പ് അടക്കം. അതല്ല, കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് ഇതാണ് സംഭവം കേട്ടോ, ഓർത്തുക. ഈ സമ്മേളനം ഒരു വർഷത്തിന് ശേഷം നടന്ന മലബാർ കലാപത്തിന് രാഷ്ട്രീയമായി ഊർജ്ജം നൽകിയതായി വിലയിരുത്തപ്പെടുന്നത്. പിന്നെ മഞ്ചൊക്കെ കിട്ടിയെന്ന് ഓർത്തുക. അപ്പോൾ അത്രയോട്. അടുത്ത കുറിച്ച് കലാപവുമായി ബന്ധപ്പെട്ട ശരിയ പ്രസ്ഥാനം ഏതാണ് ചോദ്യം. എല്ലാം ശരിയാണ് കേട്ടോ. 1812 കുറിച്യ ലഹള ഉണ്ടായത്. അപ്പോൾ 1812 എന്താണ് കുറിച്യ ലഹള ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്ച് 1812 കുറിച്യമാർ പ്രായപൂർത്തിയായെന്നുള്ള ഓർത്ത 1812 വയനാട് ജില്ലയിലെ കുറുമ്പ വിഭാഗത്തിൽ പെട്ടവർ ആണ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. കുറിച്യ കലാപം കുറുമ്പന്മാർ, കുറിഞ്ചന്മാർ കുറു അങ്ങനെ വല്ല ഓർത്തുക. കുറിഞ്ചന്മാർ എന്താണ് കുറുമ്പന്മാരാണെന്ന് ഓർക്കുക, കുറുമ്പന്മാർ. പ്രധാന നേതാവ് രാമനമ്പി. പ്രധാന നേതാവാരാണ് രാമനമ്പി. കുറുമ്പൻ നമ്പ വെച്ച് പഠിച്ചോണം. കുറിച്യർ രാമനമ്പി. കുറിച്യർ എന്തിനാണ് കുറുമ്പന്മാരാണ് രാമനമ്പി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കുറേ പിരിക്കാൻ പോയി. ഇവർക്കും എല്ലാം ഇല്ല, ഇവർ എന്തിനാണ് ചെറിയ ഭാഗക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ കമ്പനി നികുതി നയങ്ങളൊന്നും ശരിയാവില്ല. അതുകൊണ്ട് അതിൻ്റെ അടിയായി. അതാണ് ഇനി അതുമായിട്ട് കാര്യങ്ങൾ നോക്കാം. നൽകിയിട്ട് പ്രധാനം എല്ലാം ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട ഗോത്ര ഗോണന്തരം എന്ന് പറഞ്ഞാൽ 1812 കുറിച്യ ലഹള എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാരാണ് 1812 കുറിച്യ കലാപത്തിന് കാരണമായി. ഈ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ അമിതമായ നികുതി ചുമത്തൽ, നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത്. നികുതി ഇവർ ഗോത്രവർഗ്ഗക്കാരാണ്, ഇവരെ പൈസയൊന്നും ഇല്ല. അപ്പോൾ ഇവർ പൈസ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്ത് എന്നതായിരുന്നു ലഹളയുടെ പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ അടയ്ക്കാത്തവരുടെ എന്ത് ചെയ്തു? കൃഷിഭൂമി അതിൽ പിടിച്ചെടുത്തു. പിന്നെ നേതൃത്വം കൊടുത്തത് രാമനമ്പി. അറിയാമല്ലോ, നമ്പിയാണ് അവിടെ നിന്നത്. കുറിച്യമാരുടെ കുറുമ്പന്മാരാണ്. കുറുമ്പൻ, നമ്പി അങ്ങനെയെല്ലാം കണക്ട് ചെയ്തു. വയനാട്ടിലെ കുറിച്യ, കുറുമ്പൻ എന്നീ ഗോത്രഭാഗം ഒരുമിച്ചാണ് ഈ സമരം നടത്തിയത്. നമുക്കറിയാം, വയനാട് വളരെയധികം കാടുള്ള വനങ്ങളുള്ള ജില്ലയാണ്. അപ്പം ആ സ്ഥലത്ത് ആണ് ഈ ഭാഗം ഉള്ളത്. അപ്പോൾ ഏത് ജില്ലയെന്ന് ചിലപ്പോൾ ചോദിക്കാം. വയനാട് ജില്ലയാണ്, ഓർത്ത് വയ്ക്കുക. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അപ്പം എന്താണ് വട്ടത്തൊപ്പി എന്നാണ് ബ്രിട്ടീഷുകാർ. അവരെ പുറത്താക്കുകയാണ്. വട്ടത്തൊപ്പിക്കാരെ ഉറപ്പാക്കുന്നതാണ്, പുറത്താക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. എല്ലാത്തിലും ടായ ഉണ്ട്, വെച്ച് കണക്റ്റിൽ വെച്ച് നോക്കി കേട്ടോ. കുറുമ്പന്മാർ, കുറുമ്പൻ, കുറിച്യർ, രാമനമ്പി, പിന്നെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അടിച്ചമർദ്ദം. ബ്രിട്ടീഷുകാർ സൈന്യം ഇയാളെ ക്രമമായി മർദ്ദിക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ കലാപം അവസാനിക്കുമെന്ന് കരുതിയ ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളിയാണ് ഈ ഗോത്രക്കാർക്ക് മുന്നിൽ നൽകിയത്. അത് 1812 ഓർക്കുക. ആരാണ് നേതൃത്വം കൊടുത്തത്? രാമൻ നമ്പി. തലക്കച്ചന്തു എന്ന് എഴുതി വയ്ക്കൽ. തലക്കച്ചന്തു എവിടെയാണ്? പഴശ്ശിരാജ, നമ്മുടെ പഴശ്ശിയുടെ അവിടെയാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന് എവിടെയാണ് അടക്കം ചെയ്തത്?
പനമലയിൽ കേട്ടോ, പനമലയിലല്ലേ, പനമലയിലാണെന്നാണ് എൻ്റെ വിശ്വാസം. പനമലയിൽ തന്നെ, പനമലയിലല്ലേ, മലയിൽ ഞാൻ പറഞ്ഞ് പനമലൈ, അതെ മരത്താണ്, പക്ഷേ പനമലയില, പനമരത്തിലാണ് അവിടെ ഉള്ളത്. നമ്മുടെ മാവിൻ തോട്ടിലാണ് നമ്മുടെ പഴശ്ശിരാജനെ മരിച്ചത്, അദ്ദേഹത്തിൻ്റെ മരണം നടന്നു. ഓക്കെ, അവിടെ പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ നടന്നത് ആരായിരുന്നു? നെഹ്റു ആണ് കേട്ടോ, നെഹ്റു ആണ്. എനിക്ക് ഇത്രയും കേട്ടോ, ഞാനത് ചുമ്മാ പഠിക്കുന്നത് നിങ്ങൾ പറഞ്ഞുതരാം. പയ്യന്നൂരിൽ നെഹ്റു ആണ് എന്ന് നടത്തിയത്, അധ്യക്ഷത വഹിച്ചത്. മറ്റേതാരായിരുന്നു? അത് മറ്റേ മഞ്ചേരിയിൽ മഞ്ചു കൊടുത്തത് ആരായിരുന്നു? മഞ്ചു കൊടുത്തത് നല്ല ഓർത്ത് വെച്ചിരിക്കുക, കോത്താരി ഇല്ലേ, അല്ല കസ്തൂരി രംഗ കുറച്ച് കളറാക്കാൻ വേണ്ടി കുറച്ച് മഞ്ചു കൊടുത്തു. മഞ്ചേശ്വരിയിൽ മഞ്ചു കൊടുത്ത ആരാണ്? കസ്തൂരി രംഗൻ അയ്യങ്കാർ. ഇത് ഹിന്ദു എന്ന് പറയുന്ന ഫസ്റ്റ് സ്ഥാപനമായിരുന്നു. അപ്പോൾ അത് ഓക്കെ, അത് കഴിഞ്ഞല്ലോ. അടുത്തത് നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷൻ വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1928 മെയ് മാസത്തിൽ പയ്യന്നൂരിൽ നടന്ന 4ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു നമ്മുടെ നെഹ്റു എന്ന് പറയുന്നത്. അപ്പോൾ നെഹ്റു എന്നാണ് 1928 മെയ്യിലാണ് എന്തിരുന്നത്, പയ്യന്നൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ എന്തൊരു സമ്മേളനം കൂടിയത്. ഈ സമ്മേളനം കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്ര നാഴികയിലാണ്. സുപൂർണ്ണ സ്വരാജ് ഒരു സമ്പൂർണ്ണ ലക്ഷ്യം അംഗീകരിച്ച് 1 വർഷം മുമ്പ് പയ്യന്നൂർ സമ്മേളനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുകയും പ്രമേയം പാസ്സാക്കി. ആ പൂർണ്ണ സ്വരാജ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പൂർണ്ണ സ്വരാജ് ഒരു ഔദ്യോഗിക ലക്ഷ്യമായി അംഗീകരിക്കുന്നതിന് 1 വർഷം മുമ്പ് പയ്യന്നൂർ സമ്മേളനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കി. ആ പയ്യന്നൂരിൽ വെച്ചാണ് ആദ്യം പ്രമേയം പാസ്സാക്കിയത്. ഓക്കെ, പൂർണ്ണ സ്വരാജ് വേണമെന്നുള്ള ലാഹോർ സമ്മേളനത്തിൽ നടത്തിയത്. നോക്കട്ടെ, അഖില കേരള ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് വെച്ചാണ് എന്തിരുന്നത്? 21 ഒറ്റപ്പാലം. ആന്ധ്ര കേസരി എന്ന ടി പ്രകാശം, ആന്ധ്ര കേസരി, ടി പ്രകാശമാണ് ആന്ധ്ര കേസരി. പ്രാദേശിക കേളപ്പൻ, കേള ഗാന്ധി എന്നറിയപ്പെടുന്നു കേട്ടോ. എന്നറിയപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് ഭരണാധികാര നേതാക്കൾ പ്രമുഖരായിരുന്നു. ഇപ്പോൾ ഒരു കാലമുണ്ടായിരുന്നു. ടി പ്രകാശം എന്താണ്? ആന്ധ്ര കേസരി പഠിച്ചോ. അപ്പോൾ അത് 21 ഒറ്റപ്പാലം ഒറ്റ എന്ന് 1, ലാസ്റ്റ് 1 1921. ഇപ്പം ഈ കോൺഗ്രസ് സമ്മേളനം നടന്ന ഏത് വർഷം എന്ന് വെച്ചാൽ ഒറ്റ എന്ന് 1 ലാസ്റ്റ് അവസാനിക്കുന്നത് 1-ലാണ്. 1921 ഓർത്തുക. ചിലപ്പോൾ 1924 കാണാം, 23 കാണാം, 25 കാണാം. അപ്പോൾ 28, 29 ചിലപ്പോൾ തന്നിരിക്കുന്നു. ഒറ്റപ്പാലം നടന്ന സമ്മേളനം എന്ന് വെച്ചാൽ അവസാനത്തെ അക്കം 1 ഓർക്കുക. 1921 അങ്ങനെ വല്ല കണക്ട് ചെയ്ത് ചെയ്യാൻ നോക്കുക. അപ്പം 1929 1928 പയ്യന്നൂരിൽ എന്തെങ്കിലും നടന്നത്? അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷൻ വഹിച്ച നെഹ്റു ആയിരുന്നു. ഓക്കെ, പയ്യന്നൂരിൽ പയ്യത്തുന്ന പണിയാൻ തിന്നാന്ന് പറയുന്നില്ല, അതേപോലെ തന്നെ നെഹ്റു ആണ്. നെഹ്റു പയ്യന്നൂർ. അടുത്ത ദ 5th ഓൾ ഫോൾ ക്ലബ് കോൺഫറൻസ് ഓഫ് ബാലാങ്ക വാസ് പ്രിസ്ക്രൈബ് ആരെന്നറിയില്ലല്ലോ. JM സെൻ ഗുപ്ത. ഇത് ഇംഗ്ലീഷിലാണല്ലോ, ഇംഗ്ലീഷ് വേണ്ട. അവിടെ കീഴൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ്. കീഴൂർ ബോംബ് സച്ചിദാനന്ദ അരവിന്ദ ഘോഷാണോ അല്ലേ? ഡോക്ടർ KV മേനോൻ ആണോ? എനിക്കറിയില്ല കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ് പ്രധാനപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോനാണ്. മേനോൻ്റെ ബോംബ് KB മേനോൻ. അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഡോക്ടർ KB മേനോൻ, ബോംബ് ബി ഉണ്ട്, അതിൽ ബാ ഉണ്ട്, അങ്ങനെ വല്ല കണക്ട് ചെയ്യാൻ നോക്കാം. ഡോക്ടർ KB മേനോൻ. മേനോൻ്റെ തലയിൽ ബോംബ് വീണമെന്നെല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം. എന്നാലും മംഗൾ പാണ്ഡേക്ക് അന്നുള്ളതാണ്. അപ്പോൾ അത് 3 നമുക്ക് അത് ഓപ്ഷൻ കളയാം. പിന്നെ ബാക്കി 3 കുത്തി ഞാൻ അരവിന്ദ ഘോഷ് കുത്തി കളയാം. വിദേശ സമാധാനത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹമാണ് ഡോക്ടർ KB മേനോനാണ് ബോംബ് കേസ് നടത്തിയെന്ന് നോക്കാം. ഡോക്ടർ KB മേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തോട് 1942 അനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴാർ ബോംബ് കേസ്. കോഴിക്കോടിനടുത്തുള്ള കീഴാർ ഒരു ബോംബ് നിർമ്മാണ ശ്രമം ബ്രിട്ടീഷ് പോലീസ് കണ്ടെത്തി 27 പേരെ പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരനും 1ാം പ്രതിയുമായ ഡോക്ടർ KB മേനോൻ ആയിരുന്നു കേട്ടോ. മംഗൾ പാണ്ഡെ ഞാൻ പറഞ്ഞില്ല, 1951 സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന അവിടുത്തെ അടിയാണ്. സച്ചിദാനന്ദ സന്യാല ബംഗാളിലെ ഒരു വിപ്ലവകാരിയും ബംഗാൾ സിംഹമലയാണോ തോന്നുന്നു. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഇങ്ങനെയാണ് കേട്ടോ.
സച്ചിദാനന്ദ സിംഹൻ, സച്ചിദാനന്ദ റിപ്പബ്ലിക്കിന് വേണ്ടി റിപ്പബ്ലിക്. അദ്ദേഹമാണ് അരവിന്ദ ഘോഷ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നീട് ഒരു യോഗിയും ആത്മീയ ഗുരുവായി മാറിയ വ്യക്തിയാണ് അരവിന്ദ ഘോഷ്. സമാധാനത്തിന് ഇന്ത്യൻ നാഷണൽ സമര സേനാനിയും ഒരു യോഗിയും ആത്മീയ ഗുരുവായി മാറിയ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞത് സമാധാനത്തിന് വേണ്ടി പിന്നീട് പോയ വ്യക്തിയാണ് അരവിന്ദ ഘോഷ്. 1908 തന്നെ ഇത് മരിക്കുകയുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഹീലിയർ ബോംബ് കേസ്. അപ്പോൾ ഡോക്ടർ കെ വി മേനോനാണ് 42 എണ്ണ കിറ്റിന സമരം ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇമ്പോർട്ടൻ്റ് ഇത് ഇടയ്ക്ക് വലിയ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ഹീലിയർ ബോംബ് കേസ് ഏത് ബന്ധപ്പെട്ട ഒരു കിറ്റിൻ്റെ സമരമാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇത് എത്ര പേരാണെന്ന് പറഞ്ഞില്ല. ഡോക്ടർ കെ ബി മേനോൻ, കേബിളൊക്കെ നമ്മൾ കെ ബി മേനോൻ എന്നൊക്കെ കേബിൾ കട്ടാണ് ബോംബൊക്കെ. അപ്പം അല്ലെങ്കിൽ കേബിളൊക്കെ സിനിമയിൽ കണ്ടില്ലേ, ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ കേബിൾ കട്ട് ചെയ്യുമ്പോൾ കേബിളായിട്ട് കണക്ട് ചെയ്യുക. ഡോക്ടർ കെ ബി മേനോൻ. ഇനി കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് പട്ടം താണുമല്ലല്ലോ, നീലകണ്ഠൻ അയ്യറാണ് കേട്ടോ. നീലകണ്ഠൻ അയ്യർ കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്. കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ പ്രജാമണ്ഡലം നീലകണ്ഠ അയ്യർ, നീലകണ്ഠ അയ്യറാണ് കേട്ടോ. കൊച്ചി ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി പോരാടുന്നതിനായി 1940 ജനുവരി 26 രാഷ്ട്രീയ സംഘടനയാണ് കൊച്ചി പ്രജാമണ്ഡല സ്ഥലവും. അപ്പോൾ 1941 ജനുവരി 26 ഇത് തുടങ്ങിയത്. ഇതിൻ്റെ സ്ഥാപകൻ പ്രസിഡന്റ് നീലകണ്ഠനായിരുന്നു. VR കൃഷ്ണൻ എഴുത്തച്ഛനും ആയിരുന്നു. അപ്പോൾ രണ്ടുപേരുണ്ട്, VR കൊടുത്തു. അപ്പോൾ കൊച്ചി പ്രജാമണ്ഡല സ്ഥലത്തിന് നമ്മൾ പ്രസിഡന്റ് ആവണമെങ്കിൽ ഒരു നീല VR എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പർ കടലാസ് വല്ല ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി കൊടുത്തൊന്നുമില്ല. നീ പ്രസിഡന്റ് ആവാൻ ഒരു നീല മഷികളെ എഴുതി കൊടുത്തു എന്നാലും ഓരോ പ്രസിഡന്റ് ആയി, അങ്ങനെയാണ് ആയെന്ന് പറയുക. കൊച്ചി പ്രജാമണ്ഡല പ്രസിഡന്റ് രണ്ടുപേരുണ്ട്. ഒന്ന് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കേട്ടോ. എഴുതി കൊടുത്തൊന്നുമില്ല, പ്രസിഡന്റ് ആവാൻ ഒരു നീല എഴുതി കൊടുത്തണം എന്നല്ല ഓർത്ത് വെച്ചിരിക്കുക. നീലകണ്ഠൻ അയ്യരും പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ തുടങ്ങിയ പ്രധാന നേതാക്കൾ. തൃശ്ശൂരിൽ വെച്ചാണ് സംഘടന രൂപീകരിച്ചത്. അതായത് സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛന് ശരിയുത്തരമായി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ഥാപക പ്രസിഡന്റ് നീലകണ്ഠനാണ്. അപ്പോൾ സ്ഥാപക രണ്ടുപേരും ഉണ്ട്, പക്ഷേ അത് PSCയുടെ ഉത്തരം വരുന്നത് നീലകണ്ഠ അയ്യരാണ്. ഇന്നിപ്പോൾ നീലകണ്ഠനാണ് കൊച്ചി പ്രജാമണ്ഡലത്തിന് ആദ്യ പ്രസിഡന്റ്. 1941 ജനുവരി 26. ജനുവരി 26 പ്രത്യേകം അറിയാമല്ലോ നമുക്ക് റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചിരിക്കാം. അവിടെ പൂക്കോട്ടൂർ ഇത് ഏത് സമരമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂക്കോട്ടൂർ മലബാറല്ലേ? മലബാറാണ് കേട്ടോ. പൂക്കോട്ടൂർ സമരം നടന്ന മലബാറാണ്. മലബാർ ഇത് നടന്നത് 1921 ഒറ്റപ്പാല സമ്മേളനം നടന്നത് 1921 ഓർത്ത് വെച്ചിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മദിനത്തിനെതിരെ മലബാറിൽ നടന്ന മാപ്പിള മരത്ത സമരമാണ് 1921 മലബാർ കലാപം. മലബാർ ഖിലാഫത്ത് അവസാനമായി ബന്ധപ്പെട്ട ഇതിനടുത്ത് ബന്ധമുണ്ട്. പൂക്കോട്ടൂർ സംഭവം. പൂക്കോട്ടൂർ 1921 മലബാർ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. പൂക്കോട്ടൂർ ആദ്യത്തെ പൂ ഓർക്കുക. പൂക്കൾ ഒരുപാട് കാണുന്ന സ്ഥലം ഏതാണ്? മലയല്ലേ? മലയിലും എല്ലായിടത്തും ഉണ്ട്, ചുമ്മാ കണക്ട് ചെയ്യാം, പറ്റുമെങ്കിൽ കാണും. മലയായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് എന്തിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കണക്ട് ചെയ്യുക. നമ്മൾ പരീക്ഷ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് നമ്മൾ ഇതുപോലെ കോഡൊന്നും വളരെ മോശം കോഡാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്റ്റ് ആകും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് കോഡാണുള്ളതോ അത് പറ്റുമെങ്കിൽ പറയാൻ ശ്രമിക്കുക. അപ്പോൾ 1921 മലബാർ ലഹരിയുടെ ഭാഗമായി നടന്ന ഒരു പ്രധാന ഏറ്റുമുട്ടലാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിന്. അപ്പോൾ വടക്കേ വീട്ടിൽ കൊച്ചുകുഞ്ഞ് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ഏത് സിനിമയിലാണ്? നമ്മുടെ സിനിമയിൽ പറയുന്നൊരു കമൻറ്റ് കേട്ടാ. വടക്കേ വീട്ടിൽ കൊച്ചു താൻ തോന്നി സിനിമ. ഓക്കെ, താൻ തോന്നി. അപ്പോൾ ആ സിനിമയിൽ അതേപോലെ വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരാണ്. മലബാർ കൂടുതൽ മുസ്ലിം ആളുകളുള്ളത് അല്ലേ? അങ്ങനെയൊക്കെ ചുമ്മാ കണക്ട് ചെയ്യുക. ഇതൊക്കെ ചുമ്മാ പറയാനാണ് കേട്ടോ. അല്ല, അവിടെ എല്ലാവരും എല്ലാ അധികാരവും ഉണ്ട്, ജാതി പറയുന്നതല്ല, ഇപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. മാപ്പിളമാരെന്ന് പറയുന്ന മുസ്ലിങ്ങളല്ലേ? അപ്പോൾ അവരെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ കണക്ട് ചെയ്തിരിക്കുക. അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ച സംഭവം. ഈ ലഹരി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏറനാട്, വള്ളുവനാട് താലൂക്ക്. ആരും ചോദിക്കാം. വള്ളുവനാട്, ഏറനാട്, രണ്ട് നാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലഹരിയുടെ പ്രധാന നേതാക്കളായിരുന്നു വാരിയ കുന്നത്ത് കുഞ്ഞാമത് ഹാജിയും ആലി മുസ്ലിയാറാണ്. അപ്പോൾ ആലി മുസ്ലിയാറും വാരിയം കുന്നത്ത് ഞാൻ പറഞ്ഞ മല എന്ന് പറഞ്ഞാൽ മലയൊക്കെ ഓർക്കുക. മലബാർ പ്രധാന നേതാക്കന്മാരാണ് കുന്ന് മലയും കുന്നേറ്റവും ബന്ധമുള്ള ആളാണ് ഇത് നേതൃത്വം കൊടുത്തെന്ന് നോക്കിയാൽ. മലബാർ കലാപം എന്ന് പറയുമ്പോൾ മല ഉണ്ട്, മലയെ കുന്നുമായിട്ട് ലിങ്ക് ചെയ്യുക. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി.
ആരി മുസലിയാർ. ആരി മുസലിയാർ പരീക്ഷയ്ക്ക് കിട്ടണം. അതിനു വേണ്ടി മാത്രം പറയുന്ന കോഡുകളാണ് എന്തൊക്കെ കോഡായിട്ട് പോലും നിങ്ങൾ അംഗീകരിക്കേണ്ട. ജസ്റ്റ് കണക്റ്റീവ് ഫാക്ടറായിട്ട് ഓർക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കളയാം. അടുത്ത മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തതാണ് മയ്യഴി ഗാന്ധി. മയ്യഴി ഗാന്ധി ആരായിരുന്നു? കുമാര മാസ്റ്ററാണോ? അത് കേളപ്പ മയ്യഴി ഗാന്ധി കുമാര മാസ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് അപ്പം മയ്യഴി ജനകീയ സമരത്തിന് കൊടുത്തതാണ് ഐ കെ കുമാര മാസ്റ്റർ. ഐ കെ കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധിയിലെ മായി മാസ്റ്ററിൻ്റെ മായി കൊടുത്തുക, കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യാം. ആ മാസ്റ്ററും ഐ കെ കുമാര മാസ്റ്റർ. ഐ കെ മയ്യഴി ഒന്നും കണക്റ്റ് ആവുന്നില്ലല്ലോ, നിങ്ങൾ കണക്റ്റ് ആവുന്നെങ്കിൽ പറയാം. ഫ്രഞ്ച് കോളനിയായിരുന്ന മയ്യഴിയെ മയ്യഴി എവിടെയാണ്? മാഹി കേട്ടാ. ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നടക്കിയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഐ കെ കുമാര മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് കാരണം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞു മയ്യഴി ഗാന്ധി ആരാണ്? ഐ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി വിമോചന സമരം 1948 പ്രധാനമായും സമരം ശക്തിപ്പെട്ടത്. ഐ കെ കുമാരൻ മാസ്റ്റർ നേതൃത്വത്തിൽ മയ്യഴിയിലെ ഭരണ സ്ഥിര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമം നടന്നു. ഒടുവിൽ 1954 ജൂൺ 1 ഫ്രഞ്ചുകാർ മയ്യഴിയിൽ നിന്ന് പിന്മാറുകയും 1954 നവംബർ 1 എന്ത് ചെയ്ത് ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെ മയ്യഴി ആരുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഫ്രഞ്ചുകാരെ ഇറക്കി വിടാൻ വേണ്ടിയുള്ള സമരം നടത്തിയത് ആരാണ്? നമ്മളെ ഐ കെ കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്ന് പറയപ്പെടുന്നതാണ് ഇവിടെ കുമാരൻ മാസ്റ്ററാണ്. മാസ്റ്റർ മയ്യഴി ഗാന്ധിയാണ്. മാസ്റ്റർ മയ്യഴി അങ്ങനെ ഒരാ കണക്ട് ചെയ്യുക. 1954 48 യുദ്ധം തുടങ്ങി. 54 എന്ത് ചെയ്തു? 54 യുദ്ധം അവസാനിച്ചു. ജൂൺ 1 മയ്യഴിയിൽ നിന്ന് പിന്മാറി നവംബർ 1 ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് അതുപോലെ മയ്യഴി ഇല്ലായിരുന്നു കേട്ടോ. അപ്പം മയ്യഴി മാഹിനെ കിട്ടിയത് ഇവിടെയാണ്. മയ്യഴിയെ മാഹിയാക്കി മാറി. മാഹിയെ കിട്ടിയത് ഏതാണ്? 1954 ജൂൺ 1. ഇതുവരെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ പറയാം. ഇതിൽ പുതുച്ചേരി കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമാണ് മാഹി. പുതുച്ചേരി കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമാണ് മയ്യഴി ഗാന്ധി ആരാണ്? ഐ കെ കുമാര മാസ്റ്റർ. മാസ്റ്ററിൻ്റെ മായും മയ്യഴിയുടെ മായും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഐ കെ ഒന്നും കണക്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ വയനാട്ടിൽ കുറിച്ച് കലാപം നയിച്ചതാരാണ്? ഞാൻ പറഞ്ഞു ഓപ്ഷൻ നമുക്ക് അറിയാം. സർദാർ കെ എം പണിക്കറാണോ? രാമൻ നമ്പിയാണോ? കൈത്തരി അമ്പു ആണോ? തിളക്ക ചന്തു ആണോ? ആരാണ്? രാമൻ നമ്പി. കുറിച്ചമാരെ നമ്പുന്നില്ലേ? കുറിച്ചമാരെ നമ്പി നമ്മുടെ രാമൻ നമ്പി. അത് പറഞ്ഞ് 1812 നടന്നാണ് കുറിച്ച് കലാപം. രാമൻ നമ്പി ആയിരുന്നു വട്ടത്തപ്പേര് പുറത്താക്കുക. തലക്ക ചന്തു, കൈത്തരി, സർദാർ കെ എം പണിക്കർ, ചിത്രകാരൻ, നോവലിസ്റ്റ് മഹേന്ദ്രരഞ്ജൻ എന്നീ നിലകളിൽ പ്രശസ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട. തലകൈ ചന്തു പഴശ്ശിരാജ നേതൃത്വത്തെ കുറിച്ച് ഇവിടെ പാഴത്തലനാണ് തലകൈ ചന്തു കേട്ടാ. കൈത്തരി പഴശ്ശിരാജ വിശ്വസ്തനായിരുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നില്ല. അടുത്ത ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കീഴിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. സംഘം ചേർന്ന് അപ്പോൾ സംഘം ചേർത്ത് എവിടെ പോവും? കുളിക്കാൻ പോകും. എവിടെ കുളിക്കാൻ പോകും? ആറ്റിൽ കുളിക്കാൻ പോകും. അവിടെയാണ് ആറ്റിലായിട്ട് കുളിക്കാൻ പോകുമ്പോൾ പണ്ട് എല്ലാവരും ഒരുമിച്ചിട്ടല്ലേ ആറ്റിൽ കുളിക്കാൻ പോകുന്ന ഒരുമിച്ച് അങ്ങനെ ഓർക്കുക. ആറ്റിങ്ങൽ കലാപം. ഇത്ര എന്താണ്? ആറ്റിങ്ങൽ കലാപം നടന്നത് എന്താണ്? 1721. 21 ആറ്റിങ്ങൽ കലാപം. 41 കുളച്ചൽ യുദ്ധം. ആറ്റിൽ കുളിക്കാൻ പോയി. കുളത്തിൽ കുളിക്കാൻ പോകും. നല്ല പറയും കുളച്ചൽ 41 20 വർഷങ്ങൾക്ക് ശേഷം. അതാണ് ഈ കണക്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന സംഘടിത കലാപം. 6 നമ്മൾ എന്താണ്? സംഘടിച്ചാണ് കുളിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുക, പറ്റുമെങ്കിൽ ഓർക്കുക. ഇതൊക്കെ എന്നെ തെറി വിളിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കണക്റ്റീവ് ഫാക്ടറൊക്കെ ഞാൻ പറയും. പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കളയാം കേട്ടോ. അപ്പോൾ 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നതാണ് 1721. അപ്പോൾ ആണുങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നത് 21 വയസ്സ്. അപ്പോൾ അങ്ങ് കുളിക്കാൻ പോകുന്നു. 17 കഴിഞ്ഞാൽ സ്ത്രീകൾ കുളിക്കാൻ പോകുന്നൊക്കെ ഓർക്കായി. അങ്ങനെ ചുമ്മാ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടിയിടയാം. ബ്രിട്ടീഷുകാരുടെ വ്യാപാര നയങ്ങൾ, പ്രാദേശിക ഭരണാധികാരികളുടെയും ജനങ്ങളുടെ എതിർപ്പ്, കുരുമുളകിന് വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് പ്രധാന കാരണങ്ങൾ. അപ്പോൾ ആ കുരുമുളകിനെയൊക്കെ ഇവർ വ്യാപാര കുത്തക ആര് കൊണ്ടുപോയി? ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടം. കുരുമുളക് ഭയങ്കര ഇഷ്ടമല്ലേ ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അവരതിന് വേണ്ടി എന്ത് ചെയ്തു? അതിന് കുത്തകാശ അവരെടുക്കാൻ നോക്കി. അതുകൊണ്ട് അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അങ്ങനെ നമ്മൾ അടി ഉണ്ടാക്കാൻ തുടങ്ങി. കലാപത്തിൽ 5 തെങ്ങ് കോട്ടയുടെ തലവനായിരുന്ന ഗിഫോർഡ് ഉൾപ്പെടെ 140ഓളം ബ്രിട്ടീഷുകാരെ കൊല്ലും. അപ്പം ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട തലവനാരും ചോദിക്കും. അതാണ് ഗിഫോർഡ്. ഗി എന്ന് പറഞ്ഞാൽ നെയ്യല്ലേ. അപ്പം നെയ്യ് ആറ്റിൽ ഒഴുക്കി. അപ്പോൾ ഇത് കുളിക്കാവുന്നവർക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അപ്പോൾ കൊന്നു കളഞ്ഞു. അങ്ങനെയല്ല ഓർത്ത് വയ്ക്കുക ഗിഫോർഡ്. കാരണം ഞാൻ ഇങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പം ട്രോളാൻ തോന്നിയാലും ട്രോളിക്കോളൂ. കാരണം
ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് കലാപം കാണും, ഒരുപാട് നേതാക്കൾ മരിച്ചിട്ടുണ്ട്, ഒരുപാട് അതായത് ബ്രിട്ടീഷുകാരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ഫാക്ടറായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത് വെളുത്തരായിട്ട് കണക്കാക്കി ക്ഷമിക്കുക. ഓക്കെ. അപ്പം എന്താണ് ഗീ നെയ്യ് ആറ്റിൽ ഒഴിക്കുക ഇഷ്ടപ്പെടോ? ഇല്ല. കുളിക്കുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. അങ്ങനെയൊക്കെല്ലാം ഓർത്ത് വയ്ക്കുക. അപ്പം ഗിഫോർഡ് 140ഓളം പേരെന്ത് ചെയ്ത് മരിച്ചു, ബ്രിട്ടീഷുകാരെ കൊന്നു. അപ്പം അങ്ങനെ ഒഴുക്കിന് എതിരാണ് 1723 വേണാടിൻ്റെ നായനെ 3 സങ്കല്പിക്കുക. അപ്പം നമുക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് കിട്ടും. 1723 എന്തിനാ ചെയ്തു? 23 നമുക്ക് വേണാട് ഉടമ്പടി ചോദിക്കും. ഏത് കലാപം എന്നപ്പെട്ടതാണ് വേണാട് ഉടമ്പടി? 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ മരണപ്പെട്ടതാരാണ്? ഗിഫോർഡാണ് മരണപ്പെട്ടത്. ഈ മറ്റ് പ്രധാന കലാപം പറഞ്ഞുതരാം. 5 തെങ്ങ് കലാപം 1697. 1697 ബ്രിട്ടീഷ് നടന്ന ആദ്യത്തെ കലാപമാണ് കേട്ടോ. ആദ്യത്തെ കലാപം 1697. 1697 എന്താണ്? 5 തെങ്ങ് കലാപമാണ്. സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം കേട്ടോ. പക്ഷെ ആറ്റിങ്ങൽ കലാപം സംഘടിച്ച് അടിയുണ്ടാക്കി. മറ്റേ 5 തെങ്ങിൽ 2 തെങ്ങിൽ കയറാൻ ഒരാളൊക്കെ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഓർക്കാം. 5 തെങ്ങിലാകുമ്പോൾ ഒരു തെങ്ങ് ഒരു സമയം ഒരാളിൽ തെങ്ങിലൊക്കെ കയറും. അങ്ങനെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. 5 തെങ്ങിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് പേര് വലിയ സംഘടിതമൊന്നും ഇല്ലായിരുന്നു, ഒറ്റപ്പെട്ട അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സംഘടിതമല്ല വരും. പിന്നെ പൂക്കോട്ടൂർ യുദ്ധം അറിയാലോ. പൂക്കോട്ടൂർ യുദ്ധം നടന്നത് എവിടെയാണ്? പൂവുള്ളതവിടെ മലയിലല്ലേ. പൂച്ചെന്തോടെ മാല ഉണ്ടാക്കുമെന്നല്ല ഓർത്ത് വെച്ചിരിക്കുക. അത് കിട്ടിയില്ലേ? 1921 മലബാർ കലാപം. അപ്പോൾ കേളഗാന്ധി എന്നൊരു അടുപ്പതാണ് കേളപ്പൻ. കേരള ഓർത്ത് വെച്ച് കേളപ്പനാണ് കേട്ടോ. അപ്പോൾ ശരിയായ യുദ്ധം കേളപ്പൻ ഗാന്ധി എന്ന് പറയുന്ന ആശയം. കേളപ്പനാണ് കേളഗാന്ധി. 30 സിവിൽ നിയമ ലംഘനം പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. പയ്യന്നൂരിൽ ഉപ്പ് കുറയ്ക്കതാരായിരുന്നു? പയ്യന്നൂരിൽ ഒരു സമ്മേളനം കൂടി ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം നെഹ്റു ആയിരുന്നു. നമ്മുടെ ജവഹർലാൽ നെഹ്റു. അവിടെ ഇവിടെ അടി നടത്തിയതാരായിരുന്നു? ഉപ്പ് ഉറുക്കിയതായിരുന്നു കേളപ്പനായിരുന്നു. കേളപ്പൻ്റെ ഉപ്പ് അതൊന്ന് ഉറപ്പ്. അപ്പം പിന്നെ നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപന നേതാക്കൾ ഒരാളും ഇതേ പ്രസിഡൻ്റായിരുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യകാല പത്രാധിപനായിരുന്നു. പിന്നെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഫ്രോണ്ടിയർ ഗാന്ധി അതെനിക്കറിയില്ല കേട്ടോ. ഫ്രോണ്ടിയർ ഗാന്ധി അതിർത്തി ഗാന്ധി അത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് വയ്ക്കണം. ഓക്കെ. വടക്ക് പടിഞ്ഞാറിന് അതിർത്തി പ്രവിശ്യയിൽ ഗാന്ധി സമരം നേതൃത്വം നടക്കിയത് വടക്ക് പടിഞ്ഞാറ് അവിടെ നേതൃത്വം കൊടുത്ത ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഖാദർ ഖാൻ ആയിരുന്നു. അത് പഠിക്കുക. ചുവപ്പ കുപ്പായക്കാർ ഖുദായി മദാക്കാർ എന്ന ചുവന്ന കുപ്പായക്കാർ സ്ഥാപിച്ചതായ ഇദ്ദേഹമായിരുന്നു. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ഇദ്ദേഹം വിദേശിയായിരുന്നു. ഭാരതരത്ന അവാർഡ് ലഭിച്ചതാർക്ക് ഇദ്ദേഹത്തിനായിരുന്നു. പലപ്പോഴും നമ്മൾ സ്വദേശാമൻ രാമകൃഷ്ണൻ്റെ കാര്യമൊക്കെ പറയുന്നു കേട്ടോ. അദ്ദേഹം പത്രത്തിലെ ദിവൻ രാജഗോപാലാജിയുടെ ദുർഭരണത്തെ വിമർശിച്ച് നാടുകടത്തപ്പെട്ട ധീരനായ പത്രപ്രവർത്തനായിരുന്നു. കാൾ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് ഇദ്ദേഹം. പിന്നെ സഹോദര അയ്യപ്പനുണ്ട്. ചെറിയാൾ മിശ്രഭോജനം. നമ്മൾ ഈ മിശ്രഭോജനം ചെറിയയിൽ മിശ്രഭോജനം നടത്തിയതാരാണ്? ഇദ്ദേഹമാണ് കേട്ടോ. പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തെ തിരുത്തി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പ്രഖ്യാപിച്ചു. ഒരു ജാതി ഒരു മതം അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരു അടിച്ചു മാറ്റിയതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സത്യമാണ് ശ്രീനാരായണ ഗുരു തന്നെ അടിച്ചു മാറ്റിയതാണ്. അവർ തൈക്കാടയിൽ നിന്നും കടമെടുത്തതാണ്. അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ കടമെടുത്തതാണ് കേട്ടോ. കടമെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ എടുത്ത കട ആര്? തൈക്കാടയിൽ നിന്നും കടമെടുത്തതാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത്. അതിനെ തന്നെ കടമെടുത്ത് ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ആരാണ്? സഹോദര അയ്യപ്പൻ ആണ്. അതോടൊപ്പം മനുഷ്യനെന്ന് വെക്കാം സഹോദര അയ്യപ്പൻ്റെ സ്ഥാനം. മിശ്രഭോജനം എന്ന് പറയുമ്പം സഹോദര അയ്യപ്പൻ.